പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇപ്പോൾ കഴിഞ്ഞ സമ്മർ സ്ലാം 2026 ആദ്യ ദിനത്തിൻ്റെ റിവ്യൂ ആണ്. സമ്മർ സ്ലാം 2026 ആരംഭിക്കുന്നത് നിലവിലെ വുമൻസ് വേൾഡ് ചാമ്പ്യനായ ലിവ് മോർഗൻ ക്വീൻ ഓഫ് ദ റിംഗ് വിജയിച്ച 2026 ടൂർണമെൻറ്റിൽ വിജയം കരസ്ഥമാക്കിയ ഇയോ സ്കൈക്കെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്ത ചാമ്പ്യൻഷിപ്പ് മത്സരത്തോട് കൂടിയിട്ടായിരുന്നു. നല്ല ഫാസ്റ്റ് പേസ് ആയിട്ടുള്ള മത്സരമായിരുന്നു. ഇരുവരും ഇതിനു മുൻപ് ആ ക്വീൻ ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റിൻ്റെ ഫൈനലിൽ ഏറ്റുമുട്ടിയതിനേക്കാൾ ഗംഭീരമായിട്ടുള്ള മത്സരമായിരുന്നു. റസൽമേനിയ 42 നമ്മൾ കണ്ട സ്റ്റെഫനി വെക്കേർ ലിവ് മോർഗൻ തമ്മിലുള്ള വുമൻസ് വേൾഡ് ചാമ്പ്യൻഷിപ്പിനേക്കാൾ എത്രയോ മികച്ച മത്സരമായിരുന്നു നമുക്കിന്ന് കാണാൻ സാധിച്ചത്. ഇന്നത്തെ സമ്മർ സ്ലാമിൻ്റെ ആദ്യ ദിനത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട മത്സരവും അല്ലെങ്കിൽ മാച്ച് ഓഫ് ദ നൈറ്റ് എന്ന് എനിക്ക് യാതൊരുവിധ സംശയവും കൂടാതെ പറയാൻ സാധിക്കുന്ന മത്സരം ഈ ഒരു വുമൻസ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് മത്സരമായിരുന്നു. ഗംഭീരമായിട്ടുള്ള സ്വീക്വൻസുകളായിരുന്നു. ഇയോസ്കൈയുടെ ഒരു ക്വാളിറ്റി നമുക്കറിയാം. ലിവ് മോർഗനും ഇയോസ്കൈക്ക് കട്ട പിടിച്ചു നിൽക്കുന്നതാണ് മത്സരത്തിൽ കാണാൻ സാധിച്ചത്. പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന പോലെ തന്നെ റെഗിൽ റോഡ്രിഗസ്, റോക്സിനി പെരസ് തുടങ്ങിയവരുടെ ഒരു ഇൻ്റർഫിയറൻസ് മത്സരത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇയോസ്കൈ ഒരു മൂൺ സോൾട്ട് റിങ്ങിൻ്റെ പുറത്തേക്ക് ചെയ്തുകൊണ്ട് ഇവരെ അവിടെ നിന്ന് അകറ്റി നിർത്താൻ ഇയോസ്കൈക്ക് സാധിച്ചു. പക്ഷേ ലിവ് മോർഗൻ്റെ കൃത്യമായിട്ടുള്ള കൗണ്ടർ മൂവുകൾ അത് ലിവ് മോർഗനെ ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്നതിലേക്കാണ് നയിക്കപ്പെട്ടത്. ലിവ് മോർഗൻ സക്സസ്ഫുള്ളായി ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്നതോട് കൂടിയിട്ടാണ് സമ്മർ സ്ലാം 2026 ആരംഭം കുറിച്ചത്. രണ്ടാമത്തെ മാച്ച് 6 മാൻ ടാഗ് ടീം മത്സരമായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഊസോസും ജേക്കബ് ഫാറ്റും ടീം ആയിക്കൊണ്ട് റോയ്സ് കീസ്, LA നൈറ്റ്, സോളസിക്കോവ തുടങ്ങിയവർക്കെതിരെ കളിച്ച 6 മാൻ ടാഗ് ടീം മത്സരം ഇതൊരു എബോവ് ഏവറേജ് തലത്തിലുള്ള ഒരു മത്സരമായിരുന്നു. അതായത് കുഴപ്പമില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു 6 മാൻ ടാഗ് ടീം മത്സരം. ഇതും നല്ലൊരു സ്പീഡായിട്ടുള്ള ഒരു മത്സരം തന്നെയായിരുന്നു. ഇതിൽ ഊസോസ്, ജേക്കബ് ഫാറ്റു തുടങ്ങിയവരെ ഒരു വില്ലൻ ടൈപ്പ് ആയിട്ടാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. പൂർണ്ണമായിട്ട് ഇവരെ വില്ലൻ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ലെങ്കിലും അത്തരത്തിൽ ചീപ്പ് ഷോട്ടുകളൊക്കെ ചെയ്യുന്ന മൊമെൻറ്റ്സ് ഇവരിലൂടെ കടന്നുപോയിട്ടുണ്ടായിരുന്നു. സോളസിക്കോവക്ക് വമ്പൻ സപ്പോർട്ട് കാണികളുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്നത്. അതിനെ അനുസരിച്ച് അദ്ദേഹം കാണികളെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്നുണ്ട്. എനിക്ക് സോളസിക്കോവയുടെ ക്യാരക്ടർ ക്ലിക്കായിട്ടുണ്ട്. കാരണം സോളസിക്കോവ ആളുകളെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി അങ്ങേയറ്റം ഏത് തലത്തിൽ വേണമെങ്കിലും പോകാൻ അദ്ദേഹം തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ജെ ഊസോ മത്സരത്തിനിടയിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു എൻട്രൻസ് മ്യൂസിക് റീപ്ലേ ചെയ്യാറുണ്ട്. അത് ഒന്നുകൂടി ഇട്ടുകൊണ്ട് അദ്ദേഹം ഈറ്റടിക്കാറുണ്ട്. അതിന്ന് ജെ ഊസോയ്ക്കെതിരെ തന്നെ സോളസിക്കോവ ചെയ്യുന്നതും അത് കളിയാക്കിക്കൊണ്ട് ചെയ്യുന്നതും ഒക്കെ ഗംഭീരമായിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു. അപ്പോൾ ഗംഭീരമായിട്ടുള്ളൊരു സ്വീക്വൻസ് സോളസിക്കോവയുടെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിച്ചു. ജേക്കബ് ഫാറ്റുവിനെ കളിയാക്കുന്നതും ജെ ഊസോയെ കളിയാക്കുന്നതുമായിട്ടുള്ള സ്വീക്വൻസുകൾ നമുക്ക് കാണാൻ സാധിച്ചു. മത്സരത്തിൽ സോളസിക്കോവ, LA നൈറ്റ്, റോയ്സ് കീസ് തുടങ്ങിയവരുടെ ടീമാണ് വിജയിച്ചത്. കുറേയധികം പേര് ബ്ലഡ് ലൈൻ വിജയിക്കുമെന്ന് കരുതിയിരുന്നു. പക്ഷേ ഇവരുടെ ഈ മൂന്ന് പേര് ഒരിക്കലും ഒരു സുഹൃത്തുക്കളെന്ന് പറയാൻ സാധിക്കുന്നവരായിരുന്നില്ലെങ്കിൽ കൂടിയും ഈ മത്സരത്തിൽ ഇവർക്കിടയിൽ യാതൊരുവിധ പ്രശ്നവും ഉണ്ടായിരുന്നില്ല. നല്ല മൂവ്സും അതുപോലെ തന്നെ ഈ നല്ലൊരു രീതിയിൽ ഫിനിഷ് ചെയ്യാനും സാധിച്ചു. ജെ ഊസോയെ BFT അടിച്ചുകൊണ്ട് LA നൈറ്റ് പിൻ ചെയ്തിട്ടാണ് ഈ ഒരു ടാഗ് ടീം മത്സരത്തിൽ വിജയിക്കുന്നത്. അതിനു മുൻപ് ജിമ്മി യൂസോയെ ആ ഏപ്രോണിൽ കയറിക്കൊണ്ട് സോളസിക്കോവ സമോവൻ സ്പൈക്കും കൊടുത്ത് ആക്രമിക്കുന്നുണ്ട്. LA നൈറ്റും സോളസിക്കോവയും കെട്ടിപ്പിടിക്കുന്ന ഒരു മൊമെൻറ്റ് നമുക്ക് മത്സരശേഷം കാണാൻ സാധിക്കുകയുണ്ടായി. മൂന്നാമതായിട്ട് നടന്നിട്ടുണ്ടായിരുന്നത് ഗുന്തർ വേഴ്സസ് നിക് ഓൾഡിസ് തമ്മിലുള്ള 1-on-1 മത്സരമായിരുന്നു. നിക് ഓൾഡിസിൻ്റെ WWE വേണ്ടിയിട്ടുള്ള ഇൻ റിംഗ് ഡെബ്യൂ മത്സരമായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ഗുന്തർ സബ്മിഷനിലൂടെ ഈ നിക് ഓൾഡിസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് മത്സരത്തിൽ വിജയിച്ചു. പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ നല്ല ക്വാളിറ്റിയുള്ള പ്രകടനം നിക് ഓൾഡിസിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചു. 3 വർഷങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം റിങ്ങിലേക്ക് ഇറങ്ങുന്നത്. അദ്ദേഹം 3 വർഷങ്ങൾക്ക് മുൻപ് ആരായിരുന്നു എന്നുള്ളത് നമ്മൾ മുൻപുള്ള വീഡിയോസിൽ പറഞ്ഞതാണ്. പക്ഷേ 3 വർഷത്തെ ഗ്യാപ്പ് എന്ന് പറയുന്നത് റെസ്ലിങ്ങിൽ വലിയൊരു ഗ്യാപ്പാണ്. അപ്പോൾ അദ്ദേഹത്തിന് പഴയ പോലെ ട്രെയിൻ ചെയ്തുകൊണ്ട് ആ ഒരു പേസിൽ തന്നെ മത്സരിക്കാൻ സാധിക്കുമോ എന്നുള്ളത് പലർക്കും ഒരു സംശയമുണ്ടായിരുന്നു. ആ ഒരു സംശയം വളരെ ക്ലിയറായിട്ട് തീർത്തു തരുന്നതായിരുന്നു നിക് ഓൾഡിസിൻ്റെ പ്രകടനം. ഗുന്തറിൻ്റെ ഒരു വൺ സൈഡ് മാച്ച് ഒന്നും വരെ നമുക്കിവിടെ കാണാൻ സാധിച്ചത്. നല്ലൊരു പ്രകടനം, നല്ലൊരു പോരാട്ടം നിക് ഓൾഡിസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഗുന്തറിന് നല്ല രീതിയിൽ മറുപടി കൊടുക്കുന്ന മൂവ്സും ഈ ചോപ്പുകളൊക്കെ ഗുന്തറിനെ തന്നെ തിരിച്ചടിക്കുന്ന നിക് ഓൾഡിസിൻ്റെ മൂവ്സും നമുക്ക് കാണാൻ സാധിച്ചു. NWA എന്ന് പറയുന്ന കമ്പനിയിൽ നിക് ഓൾഡിസിനെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന അതേ റിംഗ് ഗിയറിൽ തന്നെയായിരുന്നു ഇന്ന് WWE പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹം ഇനി തുടർന്ന് റിങ്ങിൽ ഉണ്ടായിരിക്കുമോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിരിക്കാൻ സാധ്യതയില്ല എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു അപ്ഡേറ്റ്സ് ആണ് സമ്മർ സ്ലാമിൻ്റെ ആദ്യ ദിനത്തിന് ശേഷമുള്ള പോസ്റ്റ് ഷോയിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അദ്ദേഹം ജനറൽ മാനേജറായി തന്നെ വീണ്ടും റീജോയിൻ ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്തായാലും നല്ലൊരു മത്സരമായിരുന്നു. ഈ മത്സരം വീക്ഷിക്കാൻ വേണ്ടിയിട്ട് WWE ലെജൻഡായ മിക്കി ജെയിംസ്, നിക് ഓൾഡിസിൻ്റെ വൈഫാണ് മിക്കി ജെയിംസും നിക് ഓൾഡിസിൻ്റെ മകനും റിംഗ് സൈഡിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിച്ചതാണ്. ഗുന്തറിന് ഈ ഒരു വിജയം അങ്ങനെ വലിയൊരു പോയിന്റ് പറയാൻ സാധിക്കുന്നതല്ലെങ്കിലും അദ്ദേഹത്തിന് ആ
മെയിൻ ഇവന്റ് പിക്ചറിൽ നിൽക്കാൻ ഈ ഒരു വിജയം ചെറിയ രീതിയിൽ സഹായകമായേക്കാം. നാലാമതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചത് 6 വുമൺ ടാഗ് ടീം മത്സരമായിരുന്നു. WWE ഹോൾ ഓഫ് ഫെയിമേഴ്സായ ബെല്ല ട്വിൻസും പേജും ടീം ആയിക്കൊണ്ട് ഫേറ്റൽ ഇൻഫ്ലുവൻസ്, അതായത് വുമൺസ് ടാഗ് ടീം ചാമ്പ്യന്മാരായ ലെയ്ൻലി റൈഡ്, ഫെലോൺ ഹെൻലി, ജെയ്സി ജെയിൻ എന്ന അവരുടെ ലീഡർ ഇവർക്കെതിരെ കളിച്ച ഒരു 6 വുമൺ ടാഗ് ടീം മത്സരമായിരുന്നു. ഈ സമ്മർ സ്ലാം 2026 ആദ്യ ദിനത്തിലെ ഏറ്റവും വീക്കസ്റ്റ് മാച്ചായിട്ടും ഏറ്റവും വേസ്റ്റ് മാച്ചായിട്ടും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു 6 വുമൺ ടാഗ് ടീം മത്സരമായിരുന്നു. ഈ ഒരു മത്സരം അനൗൺസ് ചെയ്തപ്പോൾ തന്നെ ഏകദേശം ഈ ഒരു ക്വാളിറ്റി മാത്രമേ ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നിരാശയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നിരാശയില്ല. പ്രതീക്ഷിച്ച ആ ഒരു നിലവാരത്തിലുള്ള മത്സരം, അതായത് ഈ മറ്റുള്ള മത്സരങ്ങളെ വെച്ച് താരതമ്യപ്പെടുത്തുമ്പോൾ അത്ര ഒരു വീക്കായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ടാണ് അത് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു 6 വുമൺ ടാഗ് ടീം മത്സരത്തിൽ അവർ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് ഈ ബെല്ല ട്വിൻസ് എന്ന് പറയുന്ന ടീം ആക്റ്റീവായിട്ട് മെയിൻ റോസ്റ്ററിലേക്ക് നിൽക്കുമ്പോൾ പേജ് ഇനി ഇവർക്കിടെ പാടില്ല. അപ്പോൾ പേജിനെ മാറ്റി നിർത്തണം. അങ്ങനെ ഈ ഫേറ്റൽ ഇൻഫ്ലുവൻസ് മത്സരത്തിൽ വിജയിച്ചതിന് ശേഷം ഈ ബെല്ല ട്വിൻസ് പേജിനെ ആക്രമിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ബ്രീ ബെല്ലയുടെ കൈക്ക് ഈ മത്സരത്തിനിടയിൽ ചെറിയ രീതിയിൽ പരിക്ക് പറ്റിയിട്ടുണ്ട്. അത് സീരിയസ് ആയിരിക്കില്ല എന്നുള്ളൊരു വാർത്തയാണ് ഇതിൽ പുറത്തേക്ക് വരുന്നത്. ചിലപ്പോൾ കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞതിന് ശേഷമായിരിക്കും കൂടുതൽ റിപ്പോർട്ട്സ് അതിനെ സംബന്ധിച്ച് പുറത്തേക്ക് വരികയുള്ളൂ. എന്തായാലും പേജിനെ നിക്കി ബെല്ലയാണ് കൂടുതലും ആക്രമിച്ചിട്ടുള്ളത്. ബ്രീ ബെല്ലയും ആക്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബെല്ല ട്വിൻസ് ഹീലാകുന്നതാണ് നമുക്ക് ഈ ഒരു 6 വുമൺ ടാഗ് ടീം മത്സരത്തിന് ശേഷം കാണാൻ സാധിച്ചത്. അഞ്ചാമതായി നമുക്ക് കാണാൻ സാധിച്ചത് അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യൻഷിപ്പ് മത്സരമായിരുന്നു. നിലവിലെ ചാമ്പ്യനായ CM പങ്ക് കോഡി റോഡ്സ് എന്ന് പറയുന്ന മുൻ ചാമ്പ്യനെതിരെയായിരുന്നു ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഗംഭീരമായിട്ടുള്ളൊരു മത്സരമായിരുന്നു. ഒരു സ്ലോ പേസോട് കൂടി ആരംഭിച്ച് കിടിലമായിട്ടുള്ള സ്റ്റോറി പറഞ്ഞു പോയിട്ടുള്ള ഒരു മത്സരമായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. തുടക്കത്തിൽ കോഡി റോഡ്സിൻ്റെ കൈ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു ആക്രമണമായിരുന്നു CM പങ്കിൻ്റെ ഭാഗത്ത് നിന്ന് നടന്നിട്ടുണ്ടായിരുന്നത് എന്നുണ്ടെങ്കിൽ പിന്നീട് CM പങ്കിൻ്റെ ഫിഗർ 4 ലോക്കിനൊക്കെ കൗണ്ടർ ചെയ്തിട്ടുള്ള കോഡി റോഡ്സിൻ്റെ മൊമെൻറ്റും അതിനെ കൗണ്ടർ ചെയ്തിട്ടുള്ള CM പങ്കിൻ്റെ മൊമെൻറ്റ്സിലൂടെയും കടന്നുപോയി. CM പങ്കിന് ഈ മത്സരത്തിൽ പോകെ കാലിന് ചെറിയ രീതിയിലുള്ള ഒരു പരിക്കലട്ടുന്നുണ്ട് എന്നുള്ള രീതിയിലേക്കും അവർ സ്റ്റോറി പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരു താരങ്ങൾക്കും വലിയ രീതിയിലുള്ള പരിക്കുകളൊക്കെ ഉണ്ട്, കൈക്കും കാലിനുമൊക്കെ പരിക്കുകളുണ്ട് എന്നുള്ള ഒരു രീതിയിലായിരുന്നു മത്സരത്തിൻ്റെ സ്റ്റോറി പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നത്. കുറേയധികം തവണ GTS എന്ന് പറയുന്ന മൂവ് CM പങ്ക് കോഡി റോഡ്സിനെതിരെ പ്രയോഗിക്കുന്നുണ്ട്. കോഡി റോഡ്സ് പല ഘട്ടങ്ങളിലായിട്ട് അത് കിക്ക് ഔട്ട് ചെയ്യുന്നു. അദ്ദേഹം റോപ്പിൽ പിടിച്ചത് റോപ്പ് ബ്രേക്ക് അയക്കുന്നു. കൂടാതെ കോഡി റോഡ്സിൻ്റെ സൂപ്പർ കട്ടർ അത് റഫറിയുടെ ദേഹത്തേക്ക് ചെന്നടിക്കുന്നു. ഈ ഒരു അവസരത്തിൽ കോഡി റോഡ്സ് അദ്ദേഹത്തിൻ്റെ ക്രോസ് റോഡ്സ് എന്ന് പറയുന്ന ഫിനിഷർ അടിക്കുന്നു. പക്ഷേ CM പങ്ക് റിങ്ങിൻ്റെ വെളിയിലേക്ക് വീഴുന്നു. റാൻഡി ഓർട്ടൺ കാണികളുടെ ഇടയിലൂടെ തിരിച്ചു വന്ന് കോഡി റോഡ്സിനെ RKO ചെയ്തുകൊണ്ട് അതേ കാണികളുടെ ഇടയിലൂടെ മടങ്ങിപ്പോകുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. അങ്ങനെ റാൻഡി ഓർട്ടൻ്റെ റിട്ടേൺ കൂടി നടന്നിട്ടുണ്ടായിരുന്നു. ഈ അവസരം മുതലെടുത്തുകൊണ്ട് CM പങ്ക് കോഡി റോഡ്സിനെ പിൻ ചെയ്തിട്ട് അദ്ദേഹം ആ ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. CM പങ്ക് മൂൺ സോൾട്ട് എന്ന് പറയുന്ന മൂവ് ഈ മത്സരത്തിനിടയിൽ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് സക്സസ്ഫുള്ളായിട്ട് അദ്ദേഹത്തിന് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിച്ചില്ല. കൂടാതെ കമൻട്രി ടേബിളിലേക്ക് അദ്ദേഹം ഒരു എൽബോ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് കോഡി റോഡ്സ് മാറി കൊടുത്തുകൊണ്ട് CM പങ്കിന് വലിയ രീതിയിൽ പരിക്ക് പറ്റിയെന്ന് തോന്നിപ്പിച്ച ഒരു സീക്വൻസ് കമൻട്രി ടേബിൾ ബ്രേക്ക് ചെയ്യുന്ന മൊമെൻ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഗംഭീരമായിട്ടുള്ള ഒരു മത്സരമായിരുന്നു. ഒരു സ്ലോ പേസിൽ നിന്ന് ഒരു ഫാസ്റ്റ് പേസിലേക്ക് എത്തിയ ടിപ്പിക്കൽ മെയിൻ ഇവൻറ്റ് മത്സരങ്ങളിൽ ഒന്നായിരുന്നു നമുക്കിന്ന് കാണാൻ സാധിച്ചത്. CM പങ്ക് സക്സസ്ഫുൾ ആയിട്ട് ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്നു. റാൻഡി ഓർട്ടൻ്റെ ഒരു റിട്ടേൺ കാണാൻ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ് ഈ മത്സരത്തിലെ സ്റ്റോറി. സമ്മർ സ്ലാം 2026 ആദ്യ ദിനത്തിൻ്റെ മെയിൻ ഇവൻറ്റിൽ നമുക്ക് ഹെൽ ഇൻ എ സെൽ മത്സരമായിരുന്നു കാണാൻ സാധിച്ചത്. ബ്രോക്ക് ലെസ്നറും ഒബാഫെമിയും തമ്മിൽ ഏറ്റുമുട്ടിയ മത്സരം തുടങ്ങി ആദ്യ സെക്കൻഡുകളിൽ നമുക്ക് ഒബാഫെമിയുടെ ഒരു മത്സരത്തിലെ കൺട്രോൾ ഏറ്റെടുക്കുന്ന മൊമെൻറ്റ്സ് ആണ് കാണാൻ സാധിച്ചത് എന്നുണ്ടെങ്കിലും 3 ജർമ്മൻ സുപ്ലക്സ് കൊടുത്തുകൊണ്ട് ബ്രോക്ക് ലെസ്നർ മത്സരത്തിലേക്ക് വന്നു. അതിനുശേഷം റിങ്ങിൻ്റെ വെളിയിലേക്ക് വന്നതിന് ശേഷം ബ്രോക്കിനെ ഒബാഫെമി തിരിച്ചടിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. സ്റ്റീൽ സ്റ്റെപ്പിലേക്കുള്ള ഒരു ആക്രമണം, അതിനുശേഷം ടേബിൾ വെച്ചിട്ട് ടേബിൾ ബ്രേക്ക് ചെയ്യുന്ന അതിലേക്ക് തള്ളിയിടുന്ന ആ ഒരു ആക്രമണം ഒബാഫെമിയുടെ ഭാഗത്തു നിന്ന് ബ്രോക്കിനെതിരെ നമുക്ക് കാണാൻ സാധിച്ചു. സ്റ്റീൽ ചെയർ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ആക്രമണം ബ്രോക്ക് ഒബാഫെമിക്കെതിരെ ചെയ്യുന്നതും സ്റ്റീൽ സ്റ്റെപ്പ് ഉപയോഗിച്ച് ബ്രോക്ക് ഒബാഫെമിയെ ആക്രമിക്കുന്ന മൊമെൻറ്റ്സ് നമുക്ക് കാണാൻ സാധിച്ചു. FI കൊടുത്ത് ബ്രോക്ക് ഒബാഫെമിയെ ആക്രമിച്ചിരുന്നുണ്ടെങ്കിലും അത് കിക്ക് ഔട്ട് ചെയ്തു. അതിനുശേഷം ഈ ഒബാഫെമിയുടെ പവർ ബോംബ് അത് ചെയ്യുന്നുണ്ടെങ്കിലും അവിടെയും ബ്രോക്ക് ലെസ്നറെ കിക്ക് ഔട്ട് ചെയ്യുന്നു. ഏറ്റവും അപ്രതീക്ഷിതമായിട്ടുള്ളൊരു മൊമെൻ്റ് എന്ന് പറയുന്നത് ആ റിങ്ങിലെ മാറ്റ് എടുത്ത് മാറ്റിക്കൊണ്ട് ആ ഒരു വുഡിലേക്ക് ബ്രോക്ക് ലെസ്നർ അണ്ടർടേക്കറുടെ ഫിനിഷറായ ടോം സ്റ്റോൺ പൈൽ ഡ്രൈവർ ഒബാഫെമിക്കെതിരെ പ്രയോഗിക്കുന്നുണ്ട്. നമ്മൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു ഒരു തീരുമാനമായിരുന്നു ബ്രോക്കിൻ്റെ ഭാഗത്തു നിന്ന് നമുക്കവിടെ കാണാൻ സാധിച്ചത്. അത് ബ്രോക്ക് ലെസ്നറിനെ കിക്ക് ഔട്ട് ചെയ്യുന്ന ഒബാഫെമിയുടെ ഒരു മൊമെൻ്റ് ഉണ്ടായിരുന്നു. അതായത് ഈ അണ്ടർടേക്കറിൻ്റെ ഒരു ഫിനിഷർ മറ്റുള്ള റെസ്ലേഴ്സൊക്കെ കിക്ക് ഔട്ട് ചെയ്യുന്ന ഒരു സമയത്തുള്ള ആ ഒരു ഫീൽ ഉണ്ടല്ലോ, ആ ഒരു ഫീലാണ് നമുക്കവിടെ ലഭിച്ചത്. അതിനുശേഷം ഒബാഫെമിയുടെ ഫിനിഷറായ
പവർ ബോംബ് ഒരിക്കൽ കൂടി ബ്രോക്കിനെതിരെ ചെയ്യുന്നു. പിൻ ചെയ്തിട്ട് അദ്ദേഹം ബ്രോക്കിനെ പരാജയപ്പെടുത്തുന്നതാണ് നമുക്ക് ഹെൽ ഇൻ എ സെൽ മത്സരത്തിൽ കാണാൻ സാധിച്ചത്. നല്ല മത്സരമായിരുന്നു, നല്ല സീക്വൻസുകൾ ഉണ്ടായിരുന്നു. ഈ മത്സര ശേഷം ഒബാഫെമി സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ബ്രോക്ക് ഒരിക്കൽ കൂടി റിങ്ങിലേക്ക് കയറുന്നു. ആ മൈക്കെടുത്ത് ഒബാഫെമിയാണ് ഫ്യൂച്ചർ, താൻ പാസ്റ്റ്, തൻ്റെ സമയം കഴിഞ്ഞു, ഇനി മുന്നിൽ നിന്ന് നയിക്കുക ഒബാഫെമിയാണെന്ന് പറയുന്നു. ഒബാഫെമി താരങ്ങളിൽ താരമാണ് എന്ന് പറഞ്ഞ് ഒരുമിച്ച് അവർ കെട്ടിപ്പിടിക്കുന്നു. ആ ഒരു മൊമെൻറ്റ്സ് കാണിച്ചുകൊണ്ട് ഇന്നത്തെ സമ്മർ സ്ലാമിൻ്റെ ആദ്യ ദിനം അവസാനിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഒറ്റ നോട്ടത്തിൽ നമുക്ക് പറയുകയാണെങ്കിൽ സമ്മർ സ്ലാമിൻ്റെ ആദ്യ ദിനം ഒരു എബോവ് ആവറേജ് ഷോ എന്ന് പറയാൻ സാധിക്കും. ഗംഭീരമല്ലെങ്കിൽ പോലും എബോവ് ആവറേജ് ഷോ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇനി രണ്ടാമത്തെ ദിനമുണ്ട്, അത് കണ്ട് നമുക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്യാം. ഈ വീഡിയോ സംബന്ധിച്ചും സമ്മർ സ്ലാമിനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.